വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച് പഞ്ചായത്ത് അംഗത്തിന്റെ വീടിന്റെ ജനൽ ചില്ല് എറിഞ്ഞുടയ്ക്കുകയും വൃദ്ധമാതാവിനെ ആക്രമിക്കുകയും ചെയ്തതായി പരാതി. ഏലപ്പാറ പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ചിന്നാർ 3-ാം മൈൽ മഴുവഞ്ചേരിയിൽ ടോണി മാത്യുവിന്റെ വീട്ടിൽ കയറിയാണ് അക്രമം നടത്തിയത്. സംഭവത്തിൽ മാമൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. ഞായറാഴ്ച രാവിലെ 9:30-യോടെയാണ് സംഭവം. വഴിത്തർക്കത്തിൽ പക്ഷം പിടിച്ചെന്നാരോപിച്ച് ഏലപ്പാറ പഞ്ചായത്ത് അംഗം ടോണി മാത്യുവിന്റെ ചിന്നാർ 3-ാം മൈലിലെ വീട്ടിൽ കയറിയാണ് അക്രമം നടത്തിയത്. ടോണിയുടെ മുത്തശ്ശി മറിയാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഈ സമയം വീടിന് മുന്നിലെത്തിയ മഹേന്ദ്രൻ വീടിന്റെ 2 ജനൽ ചില്ലുകളും എറിഞ്ഞുടച്ചു. തുടർന്ന് വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി വീട്ടുപകരണങ്ങൾ മറിച്ചിട്ടു. ഭയന്ന് നിലവിളിച്ച മറിയാമ്മയെ തള്ളി നിലത്തിട്ടെന്നും ടോണി പറയുന്നു. വീട് പള്ളി തുറന്നു. ഞങ്ങളില്ലായിരുന്നു, ഞങ്ങൾ താഴെയായിരുന്നു. അമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നു, വലിയമ്മച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതിനകത്ത് കയറി പുള്ളിക്കാരിയെ തല്ലി കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിപ്പെടുത്തി ഭയങ്കരമായിട്ട് അക്രമം കാണിച്ചു വെച്ച് ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ വേറെ വന്ന് പിടിച്ചു പോയി. പുള്ളിയൊരു ബസ്സേ കയറി അങ്ങ് പോയി. ഞങ്ങൾ പിന്നെ പുള്ളിക്കാരിയെ ആശുപത്രിയിലാക്കി അഡ്മിറ്റാക്കി. വീട്ടിൽ കയറിയ അക്രമി ഏറെ നേരം കൊലവിളി നടത്തുകയും ചെയ്തു. വീടിന്റെ പുറകുവശത്തെ സ്ഥലത്ത് കൃഷിപ്പണി ചെയ്തിരുന്ന ടോണിയും സമീപവാസികളും എത്തിയപ്പോഴേക്കും അക്രമി ഓടി രക്ഷപ്പെടുകയായിരുന്നു. വീഴ്ചയിൽ പരിക്കേറ്റ് നിലത്തുകിടന്ന മറിയാമ്മയെ ഉപ്പുതറ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിന്നാറിൽ സ്വകാര്യ വ്യക്തിയും മഹേന്ദ്രനും തമ്മിലുണ്ടായ വഴിത്തർക്കം പരിഹരിക്കാൻ ടോണി മധ്യസ്ഥം വഹിച്ചിരുന്നു. ഇതിൽ പക്ഷപാതപരമായി പെരുമാറിയെന്നാരോപിച്ച് മഹേന്ദ്രൻ 2 ദിവസമായി ടോണിയെ പരസ്യമായി അസഭ്യം പറഞ്ഞിരുന്നു. തുടർന്നാണ് ഞായറാഴ്ച രാവിലെ വീട്ടിൽ കയറി അക്രമം നടത്തിയത്. സംഭവത്തിൽ മാമൂട്ടിൽ മഹേന്ദ്രനെതിരെ ഉപ്പുതറ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.